ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. സോ നമ്മൾ ഇന്ന് പോകുന്നത് ഇന്ത്യൻ സ്റ്റോറിലേക്കാണ്. സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സ്റ്റോറിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ അവിടെ സെക്കൻഡ് ടൈമാണ് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ കൗഫ്ലാൻഡ്, ലിഡിൽ, കോമൺ ആയിട്ട് നമ്മൾ ജർമ്മനിയിൽ വന്ന് കഴിഞ്ഞ് കോമൺ ആയിട്ട് എല്ലാവരും പോകുന്ന സ്ഥലമാണ് ലിഡിൽ, കൗഫ്ലാൻഡ്, ആൽഡി. അപ്പോൾ കൂടുതൽ ഞാൻ കൗഫ്ലാൻഡിലാണ് പോവാറ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോകുന്നത്. ഈ ഇന്ത്യൻ സ്റ്റോർ വരുന്നത് ട്യൂബിംഗനിലെ നെക്കബ്രുക്കെ എന്ന് പറഞ്ഞ പ്ലേസിലാണ് വരുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ എന്നെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ എൻ്റെ പേര് ഹന്ന റോയ് എന്നാണ്. എൻ്റെ നാട് എറണാകുളം. ഡാഡി, മമ്മി, ഞാൻ, അനിയൻ, ഇതാണ് എൻ്റെ ഫാമിലി. ഡാഡി ബിസിനസ്മാൻ ആണ്. ബ്രോഡ്വേയിൽ ഷോപ്പുണ്ട്, ന്യൂ സ്റ്റൈൽ ഗിഫ്റ്റ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഡാഡിയുടെ പേര് റോയ് KP. മമ്മി രാജി റോയ്, ഹൗസ് വൈഫാണ്. അനിയൻ ഹെവിൻ റോയ്, അവൻ +1 സെൻറ്റ് ആൽബർട്ട്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഈ ഏപ്രിൽ ഇൻടേക്കിലാണ് ജർമ്മനിയിലേക്ക് വന്നത്. ഞാൻ ഇവിടെ ചെയ്യുന്നത് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. കുറച്ച് സാധനമല്ല കേട്ടോ, അത്യാവശ്യം കൊണ്ടുവന്നു. മസാലപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അങ്ങനെ അപ്പം ഇനി ബാക്കി വീഡിയോസ് അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ നെക്കബ്രുക്കെ. ട്യൂബിംഗൻ ബാനോഫിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അല്ലെങ്കിൽ ബസ്സിൽ വരണമെങ്കിൽ ബസ്സിന് വരാൻ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് പോവാറ്. ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. വേറെ ഫോട്ടോസ് എടുക്കാനും കാണാനും നല്ല രസമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ ആഫ്രോ ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോകുന്നത്. നമ്മളെത്തി. ഇതാണ് ആഫ്രോ ഇന്ത്യൻ സ്റ്റോർ. ഇവിടെയാണ് ഓൾമോസ്റ്റ് ഇന്ത്യൻസും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടാണ് വരാറ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടും. പച്ചക്കറി ആയാലും പൊടികളായാലും എന്തുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഞങ്ങളിപ്പോൾ ഒരു ദോശയുടെ പൊടി എടുത്തായിരുന്നു. ദോശ കഴിക്കണം എന്ന് കുറേ നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയൊക്കെ എടുത്തു. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാതും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും, പൊടികളായിക്കോട്ടെ, അല്ലാത്ത ചിപ്സ് അങ്ങനത്തെ ഐറ്റംസ് ആയാലും നമ്മൾ ഇവിടെ ഉണ്ട്. മീനുകളായാലും ഫ്രോസൺ ടൈപ്പ് മീനുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. എണ്ണകളായാലും പാരഷൂട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. പാരഷൂട്ട്, മാഗി, എന്തൊക്കെ വേണം എല്ലാതും ഇവിടെ ഉണ്ട്. അങ്ങനെ വ്ളോഗിങ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടയുടെ ഓണർ വന്നിട്ട് പറയുന്നത്, വ്ളോഗിങ് എടുക്കണമെങ്കിൽ പേയ്മെൻറ്റ് തരണം. എത്രയാണെന്നറിയോ? 500 യൂറോ. ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. പക്ഷെ പുള്ളിക്കാരൻ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അവസാനം സാധനങ്ങളൊക്കെ ബില്ലടിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പേരൊക്കെ സംസാരിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര കമ്പനിയുള്ള ആളാണ്. പക്ഷെ ഭയങ്കര സംസാരിക്കാനായാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എവിടെ നിന്നാണ് വരണേ, എന്താ ചെയ്യണേ, പിന്നെ പുള്ളിക്കാരൻ്റെ വൈഫിന് എന്തോ ഇങ്ങോട്ട് വരണം. അപ്പം ആ കാര്യങ്ങളൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. അതേപോലെ തന്നെ ഈ പ്ലേസ് എന്ന് പറയുന്നത് ട്യൂബിംഗനിലെ നെക്കബ്രുക്കെയിലാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം ഹെൽപ്ഫുള്ളായിരിക്കും. ഇന്ത്യൻസിനായാലും നമ്മുടെ ഈ മല്ലിപ്പൊടി നാട്ടിൽ നിന്നാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുള്ളൂ. നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി എന്താണെങ്കിലും കുറച്ചേ കൊണ്ടുവരുള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ട്യൂബിംഗനിൽ നെക്കബ്രുക്കെയിലെ അടുത്താണ് ആഫ്രോ ഇന്ത്യൻ സ്റ്റോർ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് ഓൾമോസ്റ്റ് ഇന്ത്യൻ സ്റ്റോർ പല സ്ഥലത്തുണ്ടെങ്കിലും ഇവിടുത്തെ റേറ്റാണ് പൊതുവെ കുറവ്. നമ്മൾ റോയലിംഗിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ റേറ്റാണ് പേഴ്സണലി എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇനി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്.